ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് ഈ ഒരു ടോപ്പിക് ആണ്. അനലിസ്റ്റ് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത്. പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ്, ഈ ഒരു പേരിനകത്ത് നിന്ന് തന്നെ ഈ ആക്ട് എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആനിമൽസിനെതിരെയുള്ള ക്രുവൽറ്റി പ്രിവെന്റ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പോ മോഡേൺ റിസർച്ചില് ആനിമൽസിനെ ധാരാളമായിട്ട് എക്സ്പെരിമെന്റ്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബീയിങ്സിനോട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെന്റ്സിന് പുതിയ ഡ്രഗ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫാർമക്കോളജിക്കൽ എഫക്ട്, ടോക്സിക്കോളജിക്കൽ എഫക്ട് അതെല്ലാം ചെക്ക് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ആനിമൽസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് ക്ലിനിക്കൽ ട്രയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലിനിക്കൽ ട്രയൽസിന് വേണ്ടിയിട്ട് ആനിമൽസിനെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഞ്ചുറി ഉണ്ടാവാം, സിവിയർ ആവാം, ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോ ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ടൊക്കെ ആനിമൽസിനെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അൺനെസസറി ആയിട്ടുള്ള പെയിൻ ഉണ്ടാകാതെ, ഇഞ്ചുറി ഉണ്ടാവാതെ, സഫറിങ്സ് ഉണ്ടാവാതെ, അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് ഒരുപാട് ആനിമൽസിനെ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആനിമൽസിന്റെ യൂസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് എന്ന് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960. അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആനിമൽസിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, ആനിമൽസിന്റെ യൂസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്കെതിരെയുള്ള ക്രുവൽറ്റി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് എന്ന് പറയുന്നത്. ഏത് വർഷമാണ് നിലവിൽ വന്നിട്ടുള്ളത്? 1960. To prevent the infliction of unnecessary pain or suffering on animals. ആനിമൽസിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അൺനെസസറി ആയിട്ടുള്ള പെയിൻ, സഫറിങ് അത് ഇല്ലാതാക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാനുണ്ട്. ആനിമൽ എന്താണ്? ആനിമൽ ഹ്യൂമൻ ബീയിങ് അല്ലാത്ത മറ്റൊരു ലിവിങ് ക്രിയേച്ചർ ആണ് ആനിമൽ. ഇവിടെ ബോർഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആനിമൽ വെൽഫെയർ ബോർഡിനെയാണ്. പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് പ്രകാരം സെക്ഷൻ 4, ഈ ഒരു ആക്ടില് അണ്ടർ സെക്ഷൻ 4 ഫോം ചെയ്തിട്ടുള്ള ഒരു ബോർഡ്, ആനിമൽ വെൽഫെയർ ബോർഡ്, അതാണ് ബോർഡ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രീഡർ മീൻസ് എ പേഴ്സൺ ഇൻക്ലൂഡിംഗ് an institution which breeds animals for the purpose of transfer to the authorized institution for performing experiments. അപ്പം എക്സ്പെരിമെന്റൽ ആനിമൽസിന്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്, എക്സ്പെരിമെന്റൽ ആനിമൽസിന്റെ പ്രജനനത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ മുന്നോട്ട് വരികയാണെങ്കിൽ അവരെയാണ് ബ്രീഡർ എന്ന് പറയുന്നത്. Committee means it is constituted under section 15 of the Act for Control and Supervision on Animals. ആനിമൽസിനെ കൺട്രോൾ ചെയ്യുന്നതിനും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിനുമായിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്മിറ്റി. അക്കോർഡിംഗ് ടു ദിസ് ആക്ട് അണ്ടർ സെക്ഷൻ 15 ഇത്തരത്തിലൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എസ്റ്റാബ്ലിഷ്മെന്റ് മീൻസ് എനി ഇൻഡിവിജ്വൽ ഓർ കമ്പനി, ഫേം, കോർപ്പറേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ other than schools up to higher secondary level which perform experiments on animals. അപ്പോൾ ആനിമൽസിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഫേം, ഒരു കോർപ്പറേഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾസ് അല്ലാതെയുള്ള, അല്ലെങ്കിൽ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ സ്കൂൾസ് അല്ലാതെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ അതൊരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആകാം. ആനിമൽസിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലോ കമ്പനിയോ, അതിനെയൊക്കെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, എക്സ്പെരിമെന്റ് മീൻസ് എനി പ്രോഗ്രാം ഓർ പ്രൊജക്ട് ഇൻവോൾവിംഗ് use of animals for the acquisition of knowledge of a biological, psychological, ethological, physical or chemical nature, and include the use of animals in the production of reagents, products such as antigens and antibodies, routine diagnostics, testing activity, and establishment of transgenic stocks for the purpose of saving or prolonging life or alleviating suffering or significant gains in well-being for people of the country or for combating any disease whether on human beings or animals. എക്സ്പെരിമെന്റ് എന്താണ്? മൃഗങ്ങളെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഒരു ഡിസീസ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മൾ ഒരു പുതിയ നോളജ് കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആനിമൽസിനെ യൂസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു കൺട്രിയിലുള്ള ആളുകളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, അവരുടെ ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു പുതിയ റിയേജന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആനിമൽസിനെ കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെയാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽസ് എത്തിക്സ് കമ്മിറ്റി. Institutional Animal Ethics Committee means a body comprising of group of persons recognized and registered by the committee for the purpose of control and supervision on animals performed in an establishment, which is constituted and operated in accordance with procedures specified for the purpose by the committee. Institutional Animal Ethics Committee എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിമൽസിന്റെ സൂപ്പർവിഷനും അവരുടെ വെൽബീയിങ്ങിനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ക്രുവൽറ്റി ടു ആനിമൽസ്. എന്തൊക്കെ തരത്തിലുള്ള ക്രുവൽറ്റി ആണ് ആനിമൽസിനോട് ചെയ്യാൻ പാടില്ലാത്തത്? നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആനിമൽസിനെ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആനിമൽസിനെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അൺനെസസറി പെയിൻ അല്ലെങ്കിൽ സഫറിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒന്നും തന്നെ ചെയ്യരുത്. സബ്ജക്റ്റിംഗ് എനി ആനിമൽ ടു അൺനെസസറി പെയിൻ ഓർ സഫറിങ് ഓർ ട്രീറ്റ്മെന്റ്. ആനിമൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അൺനെസസറി പെയിൻ അല്ലെങ്കിൽ സഫറിങ്സ് ഉണ്ടാവരുത്. എംപ്ലോയിങ് എനി അൺഫിറ്റ് ആനിമൽ ഫോർ വർക്ക് ഓർ ലേബർ. അൺഫിറ്റ് ആയിട്ടുള്ള ആനിമൽസിനെ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. Willfully and unreasonably administering any injurious drug or substances to any domestic or captive animal or, അതായത് unreasonably അല്ലെങ്കിൽ willfully, മനഃപൂർവമായോ അല്ലെങ്കിൽ യാതൊരു കാരണവും ഇല്ലാതെയോ ഇൻജൂറിയസ് ആയിട്ടുള്ള ഡ്രഗ്സോ സബ്സ്റ്റൻസോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ആനിമൽസിൽ അഡ്മിനിസ്റ്റർ ചെയ്യരുത്. അതുപോലെ കീപ്പിംഗ് ഓർ കൺഫൈനിങ് എനി ആനിമൽ ഇൻ എനി കേജ് ഓഫ് ഇൻസഫിഷ്യന്റ് സൈസ് നോട്ട് പെർമിറ്റിംഗ് ഇറ്റ് റീസണബിൾ മൂവ്മെന്റ് ഓർ, ഒരു ആനിമലിനെയും ഏതൊരു ആനിമലിനെയും അതിന് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത്, ഒരു കേജില് സൂക്ഷിക്കരുത്. അല്ലെങ്കിൽ ആനിമൽസിന് അവരുടെ സ്വാഭാവികമായ മൂവ്മെന്റ് നടത്താൻ കഴിയുന്ന രീതിയിലുള്ള കേജില്, സഫിഷ്യന്റ് സൈസിലുള്ള കേജിൽ വേണം അവയെ സൂക്ഷിക്കാനായിട്ട്. ഫെയിലിയർ ടു പ്രൊവൈഡ് എനി ആനിമൽ വിത്ത് സഫിഷ്യന്റ് ഫുഡ്, ഡ്രിങ്ക് ഓർ ഷെൽട്ടർ ബൈ ഇറ്റ്സ് ഓണർ. ആനിമൽസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, വെള്ളം, അതുപോലെ താമസിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം അതിന്റെ ഓണർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. നീഡ്ലെസ്ലി മ്യൂട്ടിലേറ്റിംഗ് എനി ആനിമൽ ഓർ കില്ലിംഗ് എനി ആനിമൽ ഇൻ ആൻ അൺനെസസറി ക്രുവൽ മാനർ. മനുഷ്യത്വരഹിതമായ രീതിയിൽ ആനിമൽസിനെ കില്ല് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് ആനിമൽസിന് അഗെയിൻസ്റ്റ് ഉള്ള ക്രുവൽറ്റിയിൽ വരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ബ്രീഡർ അല്ലെങ്കിൽ ആ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യരുത്. ആനിമൽസിന് അൺനെസസറി പെയിൻ, സഫറിങ് ഉണ്ടാവരുത്. അൺഫിറ്റ് ആയിട്ടുള്ള ആനിമൽസിനെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. മനഃപൂർവമായോ യാതൊരു കാരണവും ഇല്ലാതെയോ ഇൻജൂറിയസ് ആയിട്ടുള്ള ഡ്രഗ്സോ സബ്സ്റ്റൻസോ ഒന്നും തന്നെ ആനിമൽസിന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല. സഫിഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഉള്ള കേജില്, അല്ലെങ്കിൽ അവർക്ക് മൂവ്മെന്റ് ഒക്കെ, അവരുടെ മൂവ്മെന്റ്, ആനിമൽസിന്റെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യാതെയുള്ള കേജസിൽ വേണം അവയെ സൂക്ഷിക്കാനായിട്ട്. സഫിഷ്യന്റ് ഫുഡും ഡ്രിങ്കും ഷെൽട്ടറും ആനിമൽസിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അൺനെസസറി ആയിട്ട് ആനിമൽസിനെ ക്രൂവൽ ആയിട്ടുള്ള രീതിയിൽ കില്ല് ചെയ്യാനൊന്നും പാടില്ല. ഇത്തരം കാര്യങ്ങള് ഈ ഒരു നിയമം മൂലം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് അനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിനെ കുറിച്ചാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അത് ആനിമൽസിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും അവയെ കൺട്രോൾ ചെയ്യുന്ന, അവയുടെ യൂസ് കൺട്രോൾ ചെയ്യുന്ന പർപ്പസിനും വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ്. അപ്പം അതിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബയോളജിക്കൽ സയന്റിസ്റ്റ്, ഡിഫറെന്റ് ബയോളജിക്കൽ ഡിസിപ്ലിനിലുള്ള മറ്റ് 2 സയന്റിസ്റ്റ്, ഒരു വെറ്റിനറിയൻ, ആനിമൽ ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഇൻചാർജ്, സയന്റിസ്റ്റ് ഇൻചാർജ്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതല്ലാതെ പുറത്തു നിന്നുള്ള മറ്റൊരു സയന്റിസ്റ്റ്, ഒരു നോൺ സയന്റിഫിക് ആയിട്ടുള്ള
സോഷ്യലി അവയർ ആയിട്ടുള്ള ഒരു മെമ്പർ കൂടെ വേണം. അതുപോലെ തന്നെ ഈ കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേറ്റീവ്. പിന്നെ ഈ ആനിമൽസിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസോ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തില് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു മെമ്പർ കൂടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റിയിൽ വേണം. അപ്പോ ഒരു ബയോളജിക്കൽ സയന്റിസ്റ്റ്, മറ്റ് ഡിഫറെന്റ് ബയോളജിക്കൽ ഡിസിപ്ലിനിലുള്ള 2 സയന്റിസ്റ്റ് വേണം, ഒരു വെറ്ററിനറിയൻ വേണം, ഒരു സയന്റിസ്റ്റ് ഇൻചാർജ് ആ എസ്റ്റാബ്ലിഷ്മെന്റിലെ ആനിമൽ ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സയന്റിസ്റ്റ് ഇൻചാർജ് വേണം, ഔട്ട്സൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു സയന്റിസ്റ്റ് വേണം, നോൺ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള സോഷ്യലി അവയർ ആയിട്ടുള്ള ഒരു മെമ്പർ വേണം, ഈ ഒരു കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേറ്റീവ് വേണം. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, ഡെഡ്ലി മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടെ വേണം. ഇത്രയും പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്രീഡിംഗ് ആൻഡ് സ്റ്റോക്കിംഗ് ഓഫ് ആനിമൽസ് എന്നുള്ള ആ ഒരു ടോപ്പിക് ആണ്. അപ്പം ആനിമൽസിന്റെ ബ്രീഡിംഗ് ആൻഡ് സ്റ്റോക്കിംഗ്, ഈ ആനിമൽസിനെ ഒരു എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് അവയുടെ പ്രജനനം, അവയുടെ ട്രേഡ് അല്ലെങ്കിൽ അവയുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രീഡറിന് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ആക്ട് അനുസരിച്ച് രജിസ്റ്റേർഡ് എസ്റ്റാബ്ലിഷ്മെന്റിന് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിന് മാത്രമേ ആനിമൽസിന്റെ പ്രജനനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡിങ്ങും ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത്തരത്തില് ബ്രീഡിംഗ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ആനിമൽസിന്റെ ബ്രീഡിംഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ തന്നെ അതിനുള്ള ഒരു രജിസ്ട്രേഷൻ വാങ്ങിയിരിക്കണം. അപ്പൊ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്തിരിക്കണം. ഇനി ഈ ഒരു കമ്മിറ്റി ആ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തു, അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉടനടി തന്നെ ബ്രീഡിംഗ് സ്റ്റോപ്പ് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു റൂൾ അനുസരിച്ച് 1998 ബ്രീഡിംഗ് ഓഫ് ആൻഡ് എക്സ്പെരിമെന്റ്സ് ഓൺ ആനിമൽസ് എന്നുള്ള റൂൾ അനുസരിച്ച് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ, അതായത് നമ്മൾ ഈ ഒരു ബ്രീഡിംഗ് തുടങ്ങിയിട്ട് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഈ ആനിമൽസിനെ നമ്മൾ എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് ബ്രീഡ് ചെയ്യുന്നതാണ്, അപ്പോൾ അതിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അതിന് സമ്മതിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പൊ ആപ്ലിക്കേഷൻ ഈ ഒരു കമ്മിറ്റി റിജക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആനിമൽസിന്റെ ബ്രീഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം. ഇത്തരത്തില് ആനിമൽ എത്തിക്കൽ കമ്മിറ്റിക്ക് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു സ്പെസിഫിക് ഫോർമാറ്റിലാണ്. ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റില് എത്തിക്കൽ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മെമ്പറിനോ ആണ് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. For the registration of establishments or breeders, the Government of India has set up the committee for the purpose of control and supervision of experiments on animals under the Ministry of Social Justice and Empowerment, Shastri Bhavan, New Delhi. അതായത് ഇത്തരത്തില് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ബ്രീഡേഴ്സിന് രജിസ്റ്റർ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ആനിമൽസ് എന്ന് പറയുന്നത് CPCSEA. ഇതാണ് കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റി അനുസരിച്ച് ബ്രീഡേഴ്സിനും ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണോ ആനിമൽസിന്റെ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ആനിമൽസിന്റെ ബ്രീഡിംഗ് ആൻഡ് ട്രേഡ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഈ ഒരു കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദ സെക്രട്ടറി ഓർ ഓതറൈസ്ഡ് ഓഫീസർ ഓഫ് ദ കമ്മിറ്റി മേ ആസ്ക് ഫോർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു. അപ്പോ ഇങ്ങനെ ഒരു കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് അന്വേഷിക്കുക. പ്രെമിസസ് വേർ ദ എക്സ്പെരിമെന്റ്സ് ആർ ടു ബി കണ്ടക്ടഡ്. ഏതൊരു പ്രെമിസസിലാണോ നിങ്ങൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രെമിസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ചോദിക്കും. അവിടെ ആനിമൽ ഹൗസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ, എന്തൊക്കെയാണ് അവിടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഡീറ്റെയിൽസ് ഓഫ് ബ്രീഡിംഗ് ആനിമൽസ് ആൻഡ് ഇറ്റ്സ് ട്രേഡ്, ഏതൊക്കെ ആനിമൽസിനെയാണ് ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ട്രേഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം മാൻ പവർ അവിടെ ഉണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടോ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം അവർ ഓക്കെ ആണെങ്കിലാണ് ആ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. Every registered establishment shall maintain an up-to-date register of particulars about the animals used for conducting experiments with the number of animals, species, age, gender and the particulars. So, ഓരോ
എസ്റ്റാബ്ലിഷ്മെന്റും അല്ലെങ്കിൽ ഓരോ ബ്രീഡറും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു രജിസ്റ്റർ ഉണ്ട്. ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു അപ് ടു ഡേറ്റ് രജിസ്റ്റർ അവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോൾ അത് അവർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആ രജിസ്റ്ററിനകത്ത് നമ്പർ ഓഫ് ആനിമൽസ്, അവരുടെ സ്പീഷീസ് ഏതാണ്, ഏത് ഏജ് കാറ്റഗറിയിൽ വരുന്നതാണ്, ജെൻഡർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ ആനിമൽസ് ഷാൽ ബി സ്റ്റോക്ഡ് ബൈ ദ ബ്രീഡർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. ഈ ആനിമൽസിനെ ബ്രീഡർ എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ആനിമൽ ഹൗസ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ ആനിമൽ ഹൗസ് എന്ന് പറയുന്നത് ഒരു ക്വയറ്റ് അറ്റ്മോസ്ഫിയറിൽ ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്തിരിക്കേണ്ടത്. ട്രാഫിക്കിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. ആ പ്രെമിസസ് എന്ന് പറയുന്നത് വളരെ വൃത്തിയോടും കൃത്യതയോടും കൂടെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ആനിമൽസിന് എക്സ്ട്രീം വെതർ, എൻവിയോൺമെന്റൽ ഹസാർഡ്സ് എന്നൊക്കെ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ആനിമൽസ് വളരെ ഹാപ്പി ആയി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റിൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യണം. അവരുടെ മൂവ്മെന്റ്സ് ഒന്നും തന്നെ റെസ്ട്രിക്റ്റഡ് ആവരുത്. അവർക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ആ കേജിനകത്ത് അല്ലെങ്കിൽ ആനിമൽ ഹൗസിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓഫ് ഡേയ്സില്, ഹോളിഡേയ്സിലൊക്കെ ആനിമൽസിനെ പരിപാലിക്കുന്നതിനായിട്ടുള്ള സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് അവിടെ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ബ്രീഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉറപ്പുവരുത്തേണ്ടതാണ്. ബിഫോർ അക്വയറിംഗ് an animal or conducting any experiments on animal, every registered establishment shall apply for permission of the committee. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റേർഡ് എസ്റ്റാബ്ലിഷ്മെന്റിന് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റിയുടെ പെർമിഷൻ വാങ്ങിയതിനു ശേഷം മാത്രമാണ് ആനിമൽസിലുള്ള എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ദ സെക്രട്ടറി ഓഫ് ദ കമ്മിറ്റി ഷാൽ കോസ് ദ ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ടു ബി ബ്രോട്ട് ബിഫോർ ദ കമ്മിറ്റി ആസ് എ കേസ് മേ ബി. ആഫ്റ്റർ ദ സ്ക്രൂട്ടിനി ഓഫ് ദ ആപ്ലിക്കേഷൻ, ഇഫ് സാറ്റിസ്ഫൈഡ്, may grant permission to the establishment stating name of the species, number of animals. While granting permission, the committee may put conditions as it deems fit to ensure that animals are not subjected to unnecessary pain or suffering before, during or after the performance of the experiments on them. Ethical committeeയുടെ മുന്നിൽ അവരുടെ സെക്രട്ടറി ആണ് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ആ ആപ്ലിക്കേഷൻ കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം പെർമിഷൻ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അവരുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് സ്പീഷീസിലാണ്, എത്ര നമ്പർ ആനിമൽസിലാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്, ആ ആനിമൽസ് ഫിറ്റ് ആണോ, അൺനെസസറി പെയിൻസ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴോ എക്സ്പെരിമെന്റിന് മുമ്പോ എക്സ്പെരിമെന്റിന് ശേഷമോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് അവർ പെർമിഷൻ കൊടുക്കുന്നത്, എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. നമ്മൾ നോക്കുന്നത് പെർഫോമൻസ് ഓഫ് എക്സ്പെരിമെന്റ്. Performing experiments on animals for the purpose of advancement by new discovery of knowledge which is useful for saving or prolonging life or alleviating suffering or for combating any disease in human beings or animals or plants is lawful. അതായത് നമ്മളിപ്പോ ഒരു ആനിമലിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. ഒന്നുകിൽ ഒരു ഡിസീസ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പുതിയ നോളജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആനിമൽസിലോ പ്ലാന്റ്സിലോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിലോ ഉണ്ടായിട്ടുള്ള ഡിസീസസ് അതിനെ കോമ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു അഡ്വാൻസ്ഡ് നോളജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം ആനിമൽസിൽ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ലോഫുൾ ആണ്. ദ എക്സ്പെരിമെന്റ് ഷാൾ നെയ്തർ ബി പെർഫോം ഫോർ ദ പർപ്പസ് ഓഫ് അറ്റൈനിങ് ഓർ റീറ്റെയിനിങ് മാനുവൽ സ്കിൽസ് എക്സെപ്റ്റ് ഇൻ സ്കൂൾസ്, കോളേജസ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോർ ബൈ ദ വേ ഓഫ് എൻ ഇല്ലുസ്ട്രേഷൻ ഓർ ആസ് എ പബ്ലിക് ഡെമോൺസ്ട്രേഷൻ. അപ്പൊ ഈ ആനിമൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പെർമിഷൻ ഉള്ളത് സ്കൂൾസ്, കോളേജസ്, റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അവർക്ക് മാത്രമാണ്. വേർ എക്സ്പെരിമെന്റ്സ് ആർ പെർഫോംഡ് ഇൻ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ റെസ്പോൺസിബിലിറ്റി ഈസ് പ്ലേസ്ഡ് ഓൺ ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ കേസ് വേർ ദ എക്സ്പെരിമെന്റ്സ് ആർ പെർഫോംഡ് ഔട്ട്സൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ആൻ ഇൻഡിവിജ്വൽ ക്വാളിഫൈഡ് ഇൻ ദാറ്റ് behalf,
the experiments are performed on his responsibility. അപ്പൊ ഇത്തരത്തിലെ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻചാർജിനായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇനി ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഔട്ട്സൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓൾ എക്സ്പെരിമെന്റ് ഷാൽ ബി പെർഫോംഡ് ബൈ ഓർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഡ്യൂലി ക്വാളിഫൈഡ് പേഴ്സൺ, ഡിഗ്രി ഹോൾഡേഴ്സ് ഇൻ മെഡിസിൻ ഓർ വെറ്റിനറി സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ എബവ് ഇൻ ലൈഫ് സയൻസസ് or pharmaceutical sciences or any other natural science. All experiments shall be performed by or under the supervision of a duly qualified person. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസിന് മാത്രമാണ് ആനിമൽസിൽ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഡിഗ്രി ഹോൾഡേഴ്സ് ഇൻ മെഡിസിൻ ഓർ വെറ്റിനറി സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ എബവ് ഇൻ ലൈഫ് സയൻസ് or pharmaceutical sciences or any other natural sciences. Degree or diploma holders in pharmacy, diploma or certificate in laboratory animal technical sciences from an institution recognized under the rule. ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് ആനിമൽസിൽ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ക്വാളിറ്റി, അല്ലെങ്കിൽ അവര് മാത്രമേ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. ആനിമൽസിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് മിനിമം നമ്പർ ഓഫ് ആനിമൽസിനെ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം റിസൾട്ട് കിട്ടുന്ന രീതിയിൽ വേണം എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അറ്റ്മോസ്റ്റ് കെയർ എടുത്ത് ഹ്യൂമാനിറ്റിയോട് കൂടി വേണം ആനിമൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാനായിട്ട്. ഇറ്റ് മസ്റ്റ് ബി എൻഷുർഡ് ദാറ്റ് ആനിമൽസ് ആർ നോട്ട് സബ്ജക്റ്റഡ് ടു അൺനെസസറി പെയിൻ ഓർ സഫറിങ്സ് ബിഫോർ, ഡ്യൂറിംഗ് ഓർ ആഫ്റ്റർ ദ പെർഫോമൻസ് ഓഫ് ദ എക്സ്പെരിമെന്റ്സ് ഓൺ ദം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആനിമൽസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന സമയത്ത് ബിഫോർ, ആഫ്റ്റർ, ഡ്യൂറിംഗ് ഈ ആനിമൽസിന് അതൊരു രീതിയിലുള്ള അൺനെസസറി പെയിൻ ആൻഡ് സഫറിങ്സ് ഉണ്ടാവാൻ പാടില്ല. എക്സ്പെരിമെന്റൽ ആനിമൽസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്പെരിമെന്റ്സ് പ്രോപ്പർലി അവരെ നോക്കിയിരിക്കണം, അവരുടെ വെൽബീയിങ് ഉറപ്പുവരുത്തിയിരിക്കണം. എക്സ്പെരിമെന്റ്സ് ഇൻവോൾവിംഗ് സിവിയർ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ഷാൽ ബി പെർഫോംഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് അനസ്തെറ്റിക്സ്. അതായത് ഒരു ട്രെയിൻഡ് പേഴ്സൺ അനസ്തെറ്റിക്സ് ഇൻജക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആനിമൽസിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് പാടത്തുള്ളൂ. ഇനി ഇത്തരത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ആനിമൽസിന് ആ എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന് ശേഷവും വലിയ രീതിയിലുള്ള സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരില്ല എന്നുണ്ടെങ്കിൽ അവരെ ആ അനസ്തേഷ്യയിൽ തന്നെ അവരെ ഡിസ്ട്രോയ് ചെയ്തിരിക്കണം. യൂത്തനേഷ്യ ഈസ് ആപ്ലിക്കബിൾ. യൂത്തനേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഴ്സി കില്ലിംഗ്. മേഴ്സി കില്ലിംഗ് എപ്പോഴൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഇത്തരത്തിൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആനിമൽസ് പാരലൈസ്ഡ് ആവുകയോ അവർക്ക് അവരുടെ നാച്ചുറൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ കഴിയാതെ വരികയോ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ലോക്കോമോഷൻ, ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ്മെന്റ്സ് സാധ്യമല്ലാതെ വരികയോ, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ യൂത്തനേഷ്യ പ്രിഫേർഡ് ആണ്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ആനിമൽസിന് റിക്കറിംഗ് പെയിൻ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് യൂത്തനേഷ്യ ചെയ്യാവുന്നതാണ്. ഇത്തരത്തില് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ആനിമൽസിൽ മറ്റ് ആനിമൽസിനോ ഹ്യൂമൻ ബീയിങ്സിനോ അവരുടെ ലൈഫിന് ത്രെട്ടനിങ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലും നമുക്ക് യൂത്തനേഷ്യ പോസിബിൾ ആണ്. നോ എക്സ്പെരിമെന്റ് ഷാൽ ബി റിപ്പീറ്റഡ് വിതൗട്ട് ദ പ്രീവിയസ് ജസ്റ്റിഫിക്കേഷൻ ഇഫ് ദ റിസൾട്ട് ഓഫ് സച്ച് എക്സ്പെരിമെന്റ് ഇസ് ഓൾറെഡി കൺക്ലൂസീവ്ലി നോൺ. നമുക്ക് ഓൾറെഡി റിസൾട്ട് അറിയാവുന്ന ഒരു എക്സ്പെരിമെന്റ് വീണ്ടും വീണ്ടും മറ്റ് ആനിമൽസിനെ യൂസ് ചെയ്ത് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, ഒരു പുതിയ റിസൾട്ട് അതിനകത്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടത്തുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യരുത്. പേഴ്സണൽ യൂസിങ് എക്സ്പെരിമെന്റൽ ആനിമൽസ് ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ വെൽഫെയർ ഓഫ് ആനിമൽ ഡ്യൂറിംഗ് ദെയർ യൂസ് ഇൻ എക്സ്പെരിമെന്റ്സ്. നമ്മളൊരു ആനിമലിനെ യൂസ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണോ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അത് ചെയ്യുന്നത്, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻചാർജ് ആണ് ആ ആനിമലിന്റെ വെൽബീയിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആനിമൽസിന്റെ ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ അതിന്റെ റീഹാബിലിറ്റേഷൻ അതെല്ലാം ആ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ നമ്മൾ ഒരു ആനിമലിനെയും യൂത്തനൈസ് ചെയ്യരുത്, ഒരു ആനിമലിനെയും മേഴ്സി കില്ലിങ്ങിന് വിധേയമാക്കരുത് വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫർ ആൻഡ് അക്വിസിഷൻ ഓഫ് ആനിമൽസ് ഫോർ എക്സ്പെരിമെന്റ്. ആനിമൽസിനെ എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് ഒരു ബ്രീഡർ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡ്, ബ്രീഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അവർ രജിസ്റ്റേർഡ് ആയിരിക്കണം. രജിസ്റ്റേർഡ് അല്ലാത്ത ബ്രീഡേഴ്സിൽ നിന്ന് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആനിമൽസിനെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് വാങ്ങാൻ പാടില്ല.
അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റിന് ബ്രീഡേഴ്സ് ആനിമൽസിനെ കൊടുക്കാൻ പാടില്ല. ഇനി ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ബ്രീഡർ ആനിമലിനെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിൽ നിന്ന് വാങ്ങി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരൊരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ആ രജിസ്റ്ററിനകത്ത് അല്ലെങ്കിൽ ആ റെക്കോർഡിനകത്ത് ആനിമലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് അത് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇതിനകത്ത് നമുക്ക് പ്രധാനമായും പറയാനുള്ളത് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിന് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിന് ആനിമൽസിനെ സെയിൽ ചെയ്യാനോ ബ്രീഡ് ചെയ്യാനോ ആയിട്ട് കൊടുക്കരുത്. അത് അവർക്ക് ചെയ്യാൻ പാടില്ല. അത് ഈ ഒരു ആക്ട് അനുസരിച്ച് തെറ്റാണ്, അത് വയലേഷൻ ആണ്, പണിഷബിൾ ആണ്. അതുപോലെ തന്നെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിൽ നിന്ന് ആനിമൽസിനെ കളക്ട് ചെയ്യാൻ പാടില്ല. ഇനി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ആനിമൽസിനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പം ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിലും ഏതൊരു ബ്രീഡർ ആണെങ്കിലും ആനിമൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, power to suspend or revoke. If the committee is satisfied that the rules made by it are not being complied with any establishment or breeder or institutional animal ethical committee or its directions are being violated, the committee may, after giving a reasonable opportunity of being heard in the matter, suspended or revoke the registration either for a specified period or indefinitely. അതായത് പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ടിൽ പറയുന്നതനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ബ്രീഡർ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഒബേ ചെയ്യുന്നില്ല, ആ റൂൾസ് വയലേറ്റ് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രീഡറിന്റെ അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അത് ചിലപ്പോൾ കാലാകാലത്തേക്കും ആവും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിലേക്കാവും. അങ്ങനെ അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ആണ്. ട്രീറ്റിംഗ് ആനിമൽസ് ക്രൂവലി. എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ആനിമൽസിന് അൺനെസസറി പെയിൻ ഉണ്ടാവുക, അവരെ കൃത്യമായി നോക്കാതിരിക്കുക, അവർക്ക് ഫുഡും ഷെൽട്ടറും ഡ്രിങ്കും ഒന്നും പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, ഫിറ്റ് ഇല്ലാത്ത കേജിൽ അവയെ സൂക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആനിമൽസിനോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 50 rupees ആണ് ഫസ്റ്റ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഒരു വയലേഷൻ ഉണ്ടാവുന്ന സമയത്തുള്ള ഫൈൻ. ഇനി ആദ്യത്തെ 3 വർഷത്തില് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫൈൻ 100 rupees മാറും. 100 rupees ഇംപ്രിസൺമെന്റ് അപ് ടു 3 months, 3 മാസം തടവും 100 രൂപ പിഴയുമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിലുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു ബ്രീച്ച് അല്ലെങ്കിൽ കോൺട്രവെൻഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പേഴ്സൺ ഇൻചാർജ് ആയിരിക്കും ആ ഒഫൻസിൽ പണിഷബിൾ ആയിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ് പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് എന്നുള്ള ടോപ്പിക് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.